ഇത് കാർഷിക സൗന്ദര്യം ചൂടി നിൽക്കുന്ന ഒരു കൃഷിയിടം. വിവിധതരം കാന്താരി മുളകുകൾ, വെണ്ട, മരച്ചീനി, പപ്പായ, ചേന, വാഴ, കുരുമുളക്, കറിവേപ്പ്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ ഈ ഭക്ഷ്യവിളകളുടെ നിത്യഹരിത ഭംഗിക്ക് പിന്നിൽ കൃഷിയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ദമ്പതികളുടെ കൈക്കരുത്തും മനക്കരുത്തുമാണുള്ളത്. കോഴിക്കോട്ടെ കരുവാരക്കുണ്ട് ഗ്രാമത്തിൽ നിന്നും നിത്യേന പ്രഭാതത്തിൽ 8 കിലോമീറ്റർ ദൂരത്തുള്ള ഈ കൃഷിഭൂമിയിലേക്ക് എത്തുന്ന സണ്ണി മേരി ദമ്പതികൾ കൃഷിയിടത്തിലെത്തി ഔട്ട് ഹൌസിൽ നിന്നും വർക്കിംഗ് ഡ്രസ് അണിഞ്ഞ് തൂമ്പയും വളവുമൊക്കെയായി ഒരു നിയോഗം പോലെ ആ കർഷക മനസ്സുകൾ ഒരുമയോടെ അവരുടെ നല്ല മണ്ണിലേക്ക്, പിന്നെ കിളയ്ക്കലായി, വളമിടിയിലായി, കളയെടുക്കലായി, ജലസേചനമായി, കീടങ്ങളെ അകറ്റലായി, വിള നിരീക്ഷിക്കലായി, വിളവെടുക്കലായി. മണ്ണും മനസ്സും ഒന്നാക്കി മാറ്റിയ സണ്ണിയും മേരിയും കാർഷിക പാരമ്പര്യമുള്ളവർ തന്നെയായിരുന്നു. മധ്യ തിരുവിതാംകൂറിൽ നിന്നും നിലമ്പൂരിലേക്ക് കുടിയേറി കൃഷി ജീവിതോപാധിയാക്കിയ ഒരു തലമുറയുടെ പിന്മുറക്കാർ. നാഗാലാൻഡിലും വിയന്നയിലുമൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള സണ്ണിയും കുടുംബവും കോഴിക്കോട്ടെത്തി സ്ഥിരതാമസം ഉറപ്പിച്ചു. കൃഷിയോടുള്ള അടങ്ങാത്ത പ്രതിപത്തി മൂലം ആ മേഖലയിലേക്ക് തിരിയാൻ തന്നെ ഈ ദമ്പതികൾ ഉറച്ചു. ഞങ്ങൾ പൊതുവെ കൃഷിക്കാരാണ്. കോട്ടയം ജില്ലയിലാണ് ജനിച്ചത്. അതിനുശേഷം കുടിയേറ്റ മേഖലയായ നിലമ്പൂർ പൂക്കോട്ടമ്പാടം തേൾപ്പാറ ഭാഗത്തേക്ക് കുടിയേറി. അപ്പച്ചനും അമ്മച്ചി എല്ലാവരും വെല്ലിപ്പനും ഉൾപ്പെടെയുള്ള ആൾക്കാരവിടെ വന്നു. അതിനുശേഷം കൃഷി തുടർന്നു. പിന്നെ കൃഷികളുടെ ലാഭമൊന്നുമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പഠിച്ചു. പിന്നെ ഞങ്ങൾ ജോലിക്കായിട്ട് നാഗാലാൻഡിലായിരുന്നു എൻ്റെ ജോലി. അവിടെ 14 വർഷത്തോളം ജോലി ചെയ്തു. അതിന് PWD ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. എങ്കിലും കൃഷി ഒരിക്കലും പറഞ്ഞില്ല. അവിടെയും ഞാൻ പോയി കപ്പയും ഒക്കെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് അവിടെയും മുറ്റത്ത് കപ്പയും പാവലും ഒക്കെ പച്ചക്കറികളും നട്ടിരുന്നു. പിന്നെ തിരിച്ച് അവിടെ ഒത്തിരി ദൂരമായിരുന്നു. കുട്ടികളുടെ പഠനാവശ്യാർത്ഥം തിരിച്ച് ഞാൻ അവിടുന്ന് ജോലി ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് വന്നു. ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കേരളത്തിലെ ബിസിനസ്സിനിടയിലും കൃഷിയൊക്കെ നടത്തിയിരുന്നു. പിന്നീട് ഞാൻ സ്ലോവാക്കിയയിലേക്ക് ബിസിനസ് ആവശ്യാർത്ഥം വിദേശത്തേക്ക് പോയി. വിയന്നയിൽ എൻ്റെ റിലേറ്റീവ്സ് ഉണ്ട്. അവരുടെ കൂട്ടത്തിൽ ബിസിനസ് ചെയ്തു. അതിനുശേഷം സ്ലോവാക്കിയയിൽ ബിസിനസ് തുടങ്ങി. അതിനുശേഷം അത് കുറേ നാളുകൾക്ക് ശേഷം അത് തുടരാൻ പറ്റിയില്ല. 6 വർഷം ഞാൻ തിരിച്ചു പോന്നു. അതിനുശേഷം മംഗലാപുരത്ത് കൃഷിയോട് ബന്ധപ്പെട്ട് റബ്ബർ തോട്ടം, റബ്ബർ, കമുക്, തെങ്ങ് ഇതെല്ലാം കൂടി വാങ്ങിച്ചു. അവിടെ കൃഷി തുടങ്ങി. അപ്പോൾ റബ്ബറിന് വിലയില്ലാത്തതുകൊണ്ട് നാട്ടിൽ കോഴിക്കോട് സെറ്റിലായി. റബ്ബറിന് വിലയില്ലാത്തതുകൊണ്ട് പിന്നെയും കൃഷിയിലേക്ക് തിരിഞ്ഞു. ഈ ലോക്കൽ കൃഷി ടൗണിൽ വന്നപ്പോൾ കൃഷി ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ സ്ഥലവും എൻ്റെ അളിയന്മാരുടെ സ്ഥലമൊക്കെ ടൗണിൽ വെറുതെ കിടപ്പുണ്ട്. കാട് പിടിച്ച് കിടക്കുമായിരുന്നു. അവിടെയൊക്കെ ഞങ്ങൾ കൃഷി ചെയ്ത് എല്ലാ കാര്യങ്ങളും നോക്കി. കോഴിക്കോട് നഗരത്തിൽ ബന്ധുക്കളുടേതായി കാടും പടലും പിടിച്ചു കിടന്ന 2 ഏക്കർ വരുന്ന ഭൂമി വെട്ടിത്തെളിച്ച് ഒരു പരീക്ഷണമെന്നോണം കൃഷി ചെയ്യാൻ ആരംഭിച്ചു.
ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായ സഹകരണങ്ങളുമായി കൃഷിഭവനും കൂട്ടിനെത്തി. തരിശുകിടന്ന ഭൂമി സ്വന്തം അധ്വാനത്താൽ ഇളക്കി മറിച്ച് മരച്ചീനി നട്ടുവളർത്തവേ ആ പുതുമണ്ണ് നൽകിയ അപ്രതീക്ഷിതമായ വിജയം സണ്ണിയെയും മേരിയെയും മറ്റ് കൃഷിവിളകളും നട്ടുവളർത്താൻ പ്രേരിപ്പിക്കുകയായിരുന്നു. പിന്നീട് ഒട്ടും വൈകിയില്ല. വിവിധ തരം മുളകുകൾ, വെണ്ട, തക്കാളി, പാവൽ, കോവൽ, ചേന, മുരിങ്ങ, റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായ, ഇഞ്ചി, മഞ്ഞൾ, കറിവേപ്പ്, കുരുമുളക്, പലയിനം വാഴകൾ തുടങ്ങി കാർഷിക വിളകളാൽ ഇന്ന് ഈ കൃഷിഭൂമി സമൃദ്ധമായിരിക്കുകയാണ്. പൂർണ്ണമായും ജൈവവള പ്രയോഗ രീതിയാണ് സണ്ണി തന്റെ കൃഷിയിടത്തിൽ അവലംബിക്കുന്നത്. പച്ചച്ചാണകവും വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും പപ്പായയുടെയും കൊന്നയുടെയും മറ്റും ഇലകൾ ആവശ്യമായ ജലത്തിൽ ലയിപ്പിച്ച് തയ്യാറാക്കുന്ന സ്ലെറിയുമാണ് പ്രധാന വളം. കാര്യമായ കീടബാധ വിളകളിൽ കാണപ്പെടുന്നില്ലെങ്കിലും ഇതിന്റെ പ്രതിരോധത്തിനായി ജൈവ കീടനാശിനിയും കീടങ്ങളെ തിരഞ്ഞ് കണ്ടെത്തി നശിപ്പിക്കലും അനുവർത്തിച്ചു പോരുന്നു. ഞങ്ങൾ സാധാരണ രാവിലെ ഞാനും വൈഫും രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് പോരും. 6:30 എത്തും. എന്നിട്ട് പറമ്പിക്കടയൊക്കെ നോക്കി നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ വെള്ളം ഒഴിക്കുന്ന ദിവസമാണെങ്കിൽ വെള്ളം ഒഴിക്കും, സ്ലറി ഒഴിക്കുന്ന ദിവസമാണെങ്കിൽ സ്ലറി ഒഴിക്കും. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഈ പച്ചക്കറി ഗ്രോ ബാഗ്സ് ഞങ്ങൾ സ്ലറി ഒഴിക്കും, വളവിടാൻ വളവിടും. ഇതിനിടയ്ക്ക് ഇവിടെയുള്ള നാട്ടുകാർ ഇതെങ്ങനെ സെയിലാക്കും എന്നൊക്കെ ഞങ്ങൾ ആദ്യം ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവർ ചോദിച്ചു വരും. കപ്പയൊക്കെ അവർ തന്നെ വന്ന് ഞങ്ങളോട് പറിക്കാനും കൂടി അവർ തന്നെ തൂക്കിയെടുത്ത് അവർക്ക് വലിയ സന്തോഷമാണ്. മുളകൊന്നും ഇപ്പോൾ ഇവിടെ കൊടുക്കാനില്ല. പച്ചവളം എന്നും ചോദിച്ച ആൾ വരും. എങ്കിലും ഞങ്ങൾ ഇതിനിടയ്ക്ക് പറിച്ചു കൊടുക്കും, ഇതിനിടയ്ക്ക് കൃഷി ചെയ്യും. അങ്ങനെ ഒരു 10 മണി വെയിൽ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. എല്ലാ ദിവസവും ഒരു ദിനചര്യ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സണ്ണിയുടെ കൃഷിഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിളകൾക്ക് നാട്ടുകാരായ ആവശ്യക്കാരും ഏറെയാണ്. ജൈവസമ്പുഷ്ടിയാർന്ന മണ്ണിൽ വിളഞ്ഞ മരച്ചീനിക്കാണ് കൂടുതൽ ആവശ്യക്കാർ. രാവിലെ കൃഷിത്തോട്ടത്തിൽ കൃത്യമായി എത്തുന്ന സണ്ണിയെയും മേരിയെയും കാത്ത് അവർ നിൽക്കുന്നുണ്ടാവും. ഒരു കാലത്ത് മലയാളിയെ ഭക്ഷ്യക്ഷാമത്തിൽ നിന്നും മുക്തമാക്കിയ മരച്ചീനി പിന്നീട് അപ്രസക്തമായെങ്കിലും ഇന്ന് നമ്മുടെ ഭക്ഷ്യസംസ്കാരത്തിന്റെ ഭാഗമായി തിരിച്ചെത്തിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് സണ്ണിയുടെ മരച്ചീനിക്കുള്ള വർദ്ധിച്ച പ്രിയം. 4, 6, 8, 10 എന്നീ മാസങ്ങളെടുത്ത് വിളയുന്ന വ്യത്യസ്ത ഇനം മരച്ചീനികളുടെ കൃഷി സണ്ണിയുടെ കൃഷിയിടത്തിലെ ഒരു പ്രധാന പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ആണ്ട് മുഴുവൻ ഇവിടെ മരച്ചീനിയുടെ വിളവെടുപ്പും നടക്കുന്നു. മരച്ചീനിക്കൊപ്പം ആവശ്യക്കാർക്ക് കൃഷി ചെയ്യാനായി വിവിധ തരം മരച്ചീനി തണ്ടുകളും സണ്ണി ഇവിടെ വിൽപ്പന നടത്തുന്നു. വിവിധയിനം അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക് തൈകളുടെ വിൽപ്പനയിലൂടെയും സണ്ണിക്ക്
നല്ലൊരു വരുമാനം തരമാകുന്നു. ഒപ്പം പച്ചക്കറി, കിഴങ്ങുവർഗ്ഗങ്ങൾ, വാഴക്കുലകൾ തുടങ്ങിയവയ്ക്കും നല്ല ഡിമാൻഡ് തന്നെയാണ്. വെളിമാടുകുന്ന് കൃഷിഭവന്റെ ഓഫീസുണ്ട്. അവിടുത്തെ വിത്തുകളൊക്കെ വാങ്ങിക്കും ഞാൻ. അതുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ ട്രെയിൽ ചകിരിച്ചോറും ചാണകവും മണ്ണും കൂട്ടി മിക്സ് ചെയ്ത് എന്നിട്ട് ട്രെയിൽ വെക്കും. എന്നിട്ട് ഓരോ വിത്ത് കുരിപ്പിക്കും. കുരിപ്പിച്ച ശേഷം ഞങ്ങളത് മുളച്ചൊരു 15 ദിവസമൊക്കെ കഴിയുമ്പോൾ മുളച്ചു വരുമ്പോൾ അത് മാറ്റി വേറൊരു ചെറിയ ഗ്രോ ബാഗ്സിലാക്കും. എന്നിട്ട് 45 ദിവസം ആകുമ്പോൾ ഞങ്ങളത് കൊണ്ടുവന്ന് ഇവിടെ നടും. അങ്ങനെയാണ്. വേറെ ഞങ്ങൾ പുറത്തുനിന്നും വാങ്ങാറില്ല. ഇങ്ങനെ പറ്റുന്നിടത്തോളം വിത്തുകളും സാധനങ്ങളെല്ലാം ഞങ്ങളിങ്ങനെ പലർന്ന് ശേഖരിച്ചതിന് ശേഷം ഞങ്ങൾ തന്നെ ഇതുണ്ടാക്കി ഇവിടെ നടുകയാണ് ചെയ്യാറ്. വാഴവിത്ത് മാത്രം പുറത്തുനിന്ന് വാങ്ങി. കപ്പത്തണ്ട് പിന്നെ പലയിടത്തും കൊണ്ടുവന്നു. ഇപ്പം നല്ല ക്വാളിറ്റിയുള്ള 4 മാസം പ്രായമുള്ളതും 6 മാസം പ്രായമുള്ളതും 1 വർഷമുള്ളതും ഒരു കപ്പ 3-4 വെറൈറ്റി ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ സീസണിലും ഫ്രഷ് കപ്പ പറിച്ച് ഞങ്ങൾക്ക് കഴിക്കാനും അതുപോലെയുള്ളവർക്ക് കൊടുക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണത്. കൃഷിവിളകളുടെ വിത്തുകൾ സണ്ണി വാങ്ങുന്നത് കൃഷിഭവനിൽ നിന്നാണ്. ചാണകപ്പൊടി, ചകിരിച്ചോർ, മണ്ണ് എന്നിവ കലർത്തിയ മിശ്രിതം ട്രേകളിൽ നിറച്ച് അവയിൽ വിത്തുപാകുന്നു. ചെറിയ ഗ്രോ ബാഗുകളിൽ മുളപ്പിച്ചെടുത്ത ശേഷമാണ് ഇവയെല്ലാം മണ്ണിൽ നടുക. ദിവസവും പ്രഭാതത്തിൽ 6 മണിക്ക് വീട്ടിൽ നിന്നും പുറപ്പെട്ട് കൃഷിയിടത്തിലെത്തുന്ന ദമ്പതികൾ ആഹാരവും കയ്യിൽ കരുതിയിരിക്കും. ചിലപ്പോൾ കൃഷിഭൂമിയിൽ തന്നെയായിരിക്കും ആഹാരം പാകം ചെയ്യുക. ആഹാരത്തിനൊക്കെ അപ്പുറം അധ്വാനമാണ് സണ്ണിയുടെയും മേരിയുടെയും ജീവിതശൈലി. ഇരുവരും ചേർന്നുള്ള കൃഷിപ്പണികളല്ലാതെ മറ്റു ജോലിക്കാരുടെ സഹായം ഇവർ തേടാറുമില്ല. ഇവരുടെ അധ്വാനത്തിന്റെ വിയർപ്പുമണികൾ വീണ് ഫലപുഷ്ടിയേറിയ ഈ മണ്ണ് അകന്നിറഞ്ഞ് കാർഷിക സമൃദ്ധിയേകുമ്പോൾ അത്ഭുതപ്പെടാനുമില്ല. എല്ലാ ദിവസവും രാവിലെ വരുമ്പോൾ കൃഷി കാണുമ്പോഴുള്ള സന്തോഷം എന്തിനേക്കാളും വലുതാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ വന്ന് ഈ കൃഷിയൊക്കെ നടത്തുകയും ചെയ്യുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഓരോ ദിവസവും ഓരോ കൃഷികൾ നന്നാകുന്നതും വളരുന്നതും കാണുമ്പോൾ എന്ത് സന്തോഷമാണെന്ന് പറയാൻ വഴിയാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇതിനോട് കണ്ടിന്യൂസ് തുടർന്ന് പോവുകയും കൂടുതലായിട്ട് കൃഷി ചെയ്യുകയും സമയമില്ലാത്ത കുഴപ്പമേ ഉള്ളൂ. പിന്നെ വെയിൽ കൊള്ളാനൊന്നും പറ്റില്ല. അവിടെ രാവിലെയാണ് മെയിനായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഉച്ചകഴിഞ്ഞും കൂടെ ഇനിയും കൃഷി ചെയ്യണമെന്നുള്ള താല്പര്യമാണുള്ളത്. കുറച്ചുകൂടെ വിപുലീകരിക്കണം. എല്ലാവിധ സഹകരണങ്ങളും ഇവിടെയുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ള വിഷമമാണ് എനിക്കുള്ളത്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലായിടത്തും സഹകരിക്കുന്നുണ്ട്. കൃഷിഭവൻ മുഖേനയാണെങ്കിലും സഹകരണം കിട്ടുന്നുണ്ട്. നമ്മളങ്ങോട്ട് പോകാത്ത കുഴപ്പമേ ഉള്ളൂ. മണ്ണിൽ നിരയിട്ട കൃഷിവിളകൾക്കൊപ്പം ഗ്രോ ബാഗുകളിലും ഉപയോഗശൂന്യമായി കളയുന്ന പ്ലാസ്റ്റിക് കുപ്പികളിലും കാനുകളിലുമൊക്കെ ഇവിടെ വ്യത്യസ്ത വിളകൾ തഴച്ചാർത്തു വളരുമ്പോൾ സണ്ണിയുടെയും മേരിയുടെയും കർഷക ഹൃദയങ്ങൾ നിറയുന്നു. വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി രാവിലെ തന്നെ ഭർത്താവിനോടൊപ്പം കൃഷിയിടത്തിൽ എത്തിച്ചേരുന്ന മേരിക്കും ഈ കാർഷിക വിജയത്തിൽ പങ്കാളിയാകാൻ കഴിയുന്നതിൽ തികഞ്ഞ ആഹ്ലാദം തന്നെ. എന്റെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ കർഷകരായിരുന്നു. തൊടുപുഴയാണ് അവരുടെ വീട്. ഞങ്ങള് 1967 കരുവാരുകുണ്ട് പ്രദേശത്തേക്ക് കുടിയേറി പാർത്തവരാണ്. എന്റെ ആങ്ങളമാരും അനിയത്തിമാരും ഒക്കെ എല്ലാവരും ജോലിക്കാരാണ്. എല്ലാവരും VNAയിലും പുറത്തൊക്കെയാണ്. അവരുടെ പ്രോപ്പർട്ടിയാണിത്. ഞങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം തുടങ്ങിയത്. എന്നുവെച്ചാൽ നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് VNAയിൽ നിന്ന് വരുമ്പോഴും അവർക്കാണെങ്കിലും നല്ല ഭക്ഷണമാണ് ഇഷ്ടം. അവിടെ കരിവേപ്പില ഒക്കെ ഫ്രഷ് കിട്ടുന്നത് അവർക്ക് വലിയ കാര്യമാണ്. പഴങ്ങളാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും പിന്നെ ഒറിജിനൽ സാധനങ്ങളോട് അവർക്ക് കൂടുതൽ താല്പര്യമാണ്. ചക്ക, കപ്പ, വാഴയ്ക്ക, കരിവേപ്പില, കുരുമുളക് എല്ലാ സാധനങ്ങളും ഒറിജിനൽ സാധനങ്ങളോട് കൂടുതൽ താല്പര്യമുണ്ട് അവർക്ക് അന്യനാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പം. അപ്പോൾ നമ്മൾ എന്ത് സാധനമാണെങ്കിലും ഫ്രഷ് ഉണ്ടാക്കി കൊടുക്കുമ്പം അവർക്ക് ചുണ്ട്, പിണ്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങി പുറപ്പെട്ടത്. കപ്പയാണെങ്കിലും പിന്നെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടുന്ന് പറിച്ചു കൊണ്ടുപോയി
അവിടെ ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൊടുക്കുമ്പം അവർക്ക് കൂടുതൽ ഇഷ്ടമാണ്. കോഴിക്കോട് നഗരത്തിൽ ഒരു സമഗ്ര പച്ചക്കറി കൃഷി വിജയത്തിലെത്തിച്ചു എന്നതാണ് സണ്ണി മേരി ദമ്പതികളെ ശ്രദ്ധേയരാക്കുന്നത്. 2 ഏക്കർ വിസ്തൃതിയുള്ള കൃഷിയിടത്തിൽ ഏതാണ്ട് 11 മാസം മാത്രമെടുത്താണ് ഈ വിജയഗാഥ ഇവർ തീർത്തത്. കോർപ്പറേഷൻ ഏരിയയിൽ ശരിക്കും വിസ്തൃതി കുറഞ്ഞ കർഷകരുടെ കൂട്ടത്തിൽ എടുത്തു പറയാവുന്ന വിസ്തൃതി കൂടിയ ഒരു കർഷക കുടുംബമാണ് സണ്ണിയുടെയും മേരിയുടെയും. സണ്ണിയും മേരിയും ചേർന്ന് നടത്തുന്ന 2 ഏക്കറിലെ കൃഷി നമുക്ക് കർഷകർക്കൊക്കെ മാതൃകയായി സൂക്ഷിക്കാവുന്നതാണ്. ഈ 2 ഏക്കറിലെ കൃഷി എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെയാണ് എല്ലാവിധ കൃഷികളും, നമുക്ക് കേരളത്തിൽ സാധ്യമാകുന്ന എല്ലാ കൃഷികളും അവരവിടെ ചെയ്തിട്ടുണ്ട്. അത് ഈ കൃഷിരീതി അവർക്ക് ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ മാറി എന്നാണ് അവർ അവകാശപ്പെടുന്നതും. അതുപോലെ തന്നെ അതിന്റെ ഉൽപ്പന്നം വിറ്റഴിക്കുന്നതിനൊന്നും യാതൊരു പ്രയാസവുമില്ല. വിശേഷിച്ചും കോർപ്പറേഷൻ ഏരിയയിലോട്ട് നല്ല ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ വിതരണം നടത്തുന്നതിനോ വിറ്റുപോകുന്നതിനോ യാതൊരു പ്രയാസവുമില്ല. കൃഷി അവരൊരു ഉപജീവന മാർഗമായി തന്നെ സ്വീകരിക്കാനാണ് നോക്കുന്നത്. അതിന് കൃഷി ഡിപ്പാർട്ട്മെന്റ് എല്ലാ സപ്പോർട്ടും ചെയ്യാം എന്ന് ഏറ്റിട്ടുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് വരുന്ന നൂതന ടെക്നിക്ക്, അതായത് ഫെർട്ടിഗേഷൻ, ഡ്രിപ്പ് വിത്ത് ഫെർട്ടിഗേഷൻ പച്ചക്കറിയിൽ പരീക്ഷിക്കാനായിട്ട് അവര് സ്ഥലം സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വർഷം മുഴുവനും പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു റെയിൻ ഷെൽട്ടറും അവര് നിർമ്മിക്കാനായിട്ട് തുടങ്ങുകയാണ്. അവർക്ക് എല്ലാ ഭാവുകങ്ങളും കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ വകയിൽ ഞാൻ ആശംസിക്കുന്നു. മഴമറ കൃഷിയും കണികജലസേചന രീതിയുമൊക്കെ ഈ ദമ്പതികൾ പുതിയ പദ്ധതികളായി രൂപപ്പെടുത്തിയിരിക്കുന്നു. ഓരോ ദിനത്തിലും കൃഷിഭൂമിയിലെത്തി കാർഷിക വിളകളെ വാത്സല്യത്തോടെ പരിപാലിച്ച് മണ്ണ് കനിഞ്ഞു നൽകുന്ന വിളവുകൾ സ്നേഹത്തോടെ ഏറ്റുവാങ്ങി പിറ്റേന്നു വരാം എന്നുറപ്പ് നൽകി കൃഷിയിടത്തിൽ നിന്നും മടങ്ങുന്ന സണ്ണിയും മേരിയും നമ്മുടെ കാർഷിക മേഖലയ്ക്ക് നൽകുന്നത് ഒന്നു മാത്രം: മണ്ണിനെ സ്നേഹിക്കാനുള്ള ഹൃദയമാണ്. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्स। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ.
ഇടവേള കൂടിയ റബ്ബർ ടാപ്പിംഗ് രീതികളിൽ പരിശീലനം. പുതിയ ഇനം ചുരയ്ക്ക അർക്ക ബഹാർ വികസിപ്പിച്ചു. ഗ്രാഫ്റ്റിംഗിലൂടെ വഴുതന ഇനങ്ങളുടെ വിളവ് വർദ്ധിപ്പിക്കാം. വിശദമായ വാർത്തകളിലേക്ക്. റബ്ബറിന്റെ നിയന്ത്രിത കമിഴ്ത്തി വെട്ടിലും ഇടവേള കൂടിയ ടാപ്പിംഗ് രീതികളിലും റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. സെപ്റ്റംബർ 29-ന് കോട്ടയത്തെ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് പരിശീലനം നൽകുക. ഫീസ് 400 രൂപയാണ്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0481-235-1313. മറ്റൊരു നമ്പർ 0481-235-3127. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള പത്തനംതിട്ട റീജിയണൽ AI സെന്റർ വാണിജ്യ അടിസ്ഥാനത്തിൽ ആട് വളർത്തൽ 4 ദിവസത്തെ പരിശീലനം നൽകുന്നു. ഒക്ടോബർ 26, 27, 28, 29 തീയതികളിൽ നടത്തുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ സെപ്റ്റംബർ 30-ന് മുമ്പായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസർ, റീജിയണൽ AI സെന്റർ, പത്തനംതിട്ട. ഇതിനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0442-232-5693. മറ്റൊരു നമ്പർ 9446-320754. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് അർക്ക ബഹാർ എന്ന പുതിയ ഇനം ചുരയ്ക്ക വികസിപ്പിച്ചു. ഇളം പച്ച നിറത്തിൽ ഉണ്ടാകുന്ന ഈ ഇനത്തിന് 1 കിലോഗ്രാം വരെ ഭാരം വയ്ക്കും. പൂവ് കരിച്ചിലിനെതിരെ പ്രതിരോധശേഷിയുള്ള ഇനത്തിന്റെ ശരാശരി വിളവ് 1 ഹെക്ടറിന് 40 മുതൽ 45 ടൺ വരെയാണ്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 080-284-66420. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രം ഒക്ടോബർ മാസത്തിൽ വിവിധ കാർഷിക പരിശീലനങ്ങൾ നൽകുന്നു. ഒക്ടോബർ 5-ന് വിവിധ കമ്പോസ്റ്റ് നിർമ്മാണ രീതികൾ, 6-ാം തീയതി ജൈവ കീടരോഗ നിയന്ത്രണ ഉപാധികളുടെ ഉത്പാദനം, 7-ാം തീയതി കണിക ജലസേചന രീതികൾ, ഒക്ടോബർ 8-ന് കൂൺ കൃഷി എന്നീ വിഷയങ്ങളിലാണ് ഏകദിന പരിശീലനങ്ങൾ. ഓരോ വിഷയത്തിലും ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്കായിരിക്കും പരിശീലനത്തിന് പ്രവേശനം നൽകുക. രജിസ്റ്റർ ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487-237-5885. ഗ്രാഫ്റ്റിംഗിലൂടെ വഴുതന ഇനങ്ങളുടെ വിളവും രോഗപ്രതിരോധ ശേഷിയും മെച്ചപ്പെടുത്താമെന്ന് തമിഴ്നാട് കാർഷിക സർവകലാശാലയുടെ പഠനം വെളിപ്പെടുത്തി. ചുണ്ടച്ചെടിയിൽ ഗ്രാഫ്റ്റിംഗിലൂടെ വഴുതന ഒട്ടിച്ചെടുക്കുന്ന രീതിയാണിത്. ചുണ്ടക്കയുടെ വേരും തണ്ടും ഉൾപ്പെടുന്ന ഭാഗത്തെ റൂട്ട് സ്റ്റോക്കായി ഉപയോഗപ്പെടുത്തുന്നു. നാടൻ വഴുതന ഇനങ്ങളെ ഈ വിധം ഒട്ടിച്ച് കൃഷിയിടത്തിൽ വളർത്തിയപ്പോൾ അവയുടെ ആയുസ് 6 മാസത്തിൽ നിന്ന് 1 വർഷം വരെയായി വർദ്ധിച്ചു. കീടരോഗാക്രമണം കുറയുകയും ചെയ്തു. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ നിന്നും എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും 1 ദിവസം പ്രായമായ കാടക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നു. കാടക്കുഞ്ഞിന് ഒരെണ്ണത്തിന്റെ വില 5 രൂപയാണ്. ഇതിനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0479-245-2279. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 11,000 രൂപ, കോഴിക്കോട് 12,000 രൂപ, തൃശൂർ 10,800 രൂപ. കൊപ്ര കൊച്ചിയിൽ 7,420, കോഴിക്കോട് 7,600, തൃശൂർ 7,350. കുരുമുളക് അൺഗാർബിൾഡ് 63,000, ഗാർബിൾഡ് 66,000. ചുക്ക് മീഡിയം 19,500, ബെസ്റ്റ് 21,000. മഞ്ഞൾ സേലം 7,700, ഈറോഡ് 8,000. അടയ്ക്ക 21,500-നും 25,000-നും ഇടയിൽ. കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 11,000, റബ്ബർ RSS 4-ാം ഗ്രേഡ് 11,300. കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 11,000, റബ്ബർ RSS 4-ാം ഗ്രേഡ് 11,300. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 11,000, കൊപ്ര 7,420, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100, റോട്ടറി 2,400. കുരുമുളക് അൺഗാർബിൾഡ് 63,000, ഗാർബിൾഡ് 66,000. ചുക്ക് മീഡിയം 19,500, ബെസ്റ്റ് 21,000.
അടയ്ക്ക പുതിയത് 21,500-നും 25,000-നും ഇടയിൽ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 160 മുതൽ 210 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 325 മുതൽ 370 രൂപ വരെ. ജാതിപത്രി 550 മുതൽ 900 രൂപ വരെ. ഗ്രാമ്പു 875 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 11,000, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,300, ഒട്ടുപാൽ 7,400, ലാറ്റക്സ് 8,000 രൂപ. കമ്പോള അവലോകനം. ശ്രീലങ്കൻ കുരുമുളക് വരവ് കനത്തത് മലബാർ മുളകിന്റെ വിലക്കയറ്റത്തിന് തടസ്സമായി. കാലാവസ്ഥ വ്യതിയാനം മുൻനിർത്തി ഉത്പാദകർ ചരക്ക് നീക്കം നിയന്ത്രിക്കുന്നുണ്ട്. അതേസമയം ഡിസംബറിൽ തെക്കൻ കേരളത്തിൽ പുതിയ കുരുമുളകിന്റെ വിളവെടുപ്പിന് തുടക്കം കുറിക്കും. ശൈത്യകാല ആവശ്യങ്ങൾക്കുള്ള ചരക്ക് സംഭരണത്തിന് ഉത്തരേന്ത്യക്കാർ വൈകാതെ രംഗത്തിറങ്ങുമെന്ന കണക്കുകൂട്ടലാണ് ചുക്കുൽപാദകർ. ഇന്ന് ശാന്തൻപാറയിൽ നടന്ന ഏലക്ക ലേലത്തിൽ 55,000 കിലോ ചരക്ക് ലേലത്തിനെത്തി. മികച്ച ഇനങ്ങൾ കിലോ 863 രൂപയിൽ കൈമാറി. പ്രാദേശിക തലത്തിൽ വെളിച്ചെണ്ണയ്ക്ക് മാസാരംഭ ഡിമാൻഡ് ഉയർന്നിട്ടും ഓയിൽ മില്ലുകാർ കൂടിയ നിരക്കിൽ കൊപ്ര ശേഖരിക്കാൻ കഴിഞ്ഞു. ഗ്രാമീണ മേഖലകളിൽ പച്ചത്തേങ്ങ വില ഉയർന്നില്ല. ടയർ കമ്പനികളുടെ വരവ് റബ്ബർ അവധി നിരക്കുകൾ ഉയർത്തി. ഷീറ്റ് വിലയിൽ നേരിയ പുരോഗതി. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.7, 24.6. കൊച്ചി 31.8, 24. ആലപ്പുഴ 34.8, 24. പുനലൂർ 32.4, 23. തിരുവനന്തപുരം 32.2, 25. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.